ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എവർക്കും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ഉദ്ധിതനായി സ്വർഗാരോഹണം ചെയ്ത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് നാളെ എന്തിനെല്ലാം. നമ്മിൽ പലരും ഇന്നത്തെ ജീവിതം ജീവിക്കാതെ ഇന്നലകളെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് നാളെ നന്നായി ജീവിച്ചു കൊള്ളാം എന്ന ചിന്തയിൽ കഴിയുന്നവരാണ്. എന്നാൽ അടുത്ത നിമിഷം നമുക്ക് ഉള്ളതാണോ നമുക്കറിയില്ല. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ നമ്മൾ വർഷങ്ങളോളം ജീവിച്ചു കൊള്ളാം എന്നുള്ള ഒരു ചിന്തയോടുകൂടി നാം ഈ ലോകത്തിൽ നമ്മുടെ കഴിവുകളെ മാത്രം കാണിച്ചുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ കഴിവുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ആയത് എന്നുള്ള ആ ചിന്തയിൽ കഴിയുന്ന ഈ കാലത്ത് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്, നാളെ എന്തിനെല്ലാം ആണ് എന്നത്. എന്നാൽ സംഭവിക്കുന്നത് എന്താണ്? നാം ദേഹിക്ക് പ്രാധാന്യം കൊടുത്ത് നമ്മുടെ ദേഹത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് നാം ഓരോരുത്തരും ചെയ്യുന്നത്. നമ്മുടെ ദേഹം, ആത്മാവ് ചേർന്നതാണ് മനുഷ്യജീവിതമെന്ന് നമുക്ക് എവർക്കും അറിയാം. ദേഹത്തെ പലതും ചെയ്യിപ്പിക്കുന്നു. എന്നാൽ നമ്മുടെ ആത്മാവിന് വേണ്ടി നാം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മൾ ഈ ലോകത്തെ സ്നേഹിക്കുന്നു, അതാണ് സത്യം. നാം ഈ ലോകത്തിൽ സ്വർഗസുഖം അനുഭവിക്കണമെങ്കിൽ അതിനായി പദ്ധതികൾ തയ്യാറാക്കണം. ആ പദ്ധതി പ്രകാരം ജീവിക്കണം. പദ്ധതി ദൈവഹിത പ്രകാരമായിരിക്കണം. എന്താണ് ദൈവഹിതം? തിന്മ ചെയ്യാതെ നന്മ മാത്രം ചെയ്യുകയും നമ്മുടെ ദൗത്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയും വേണം. എങ്ങനെയായിരിക്കണം പ്രവൃത്തികൾ? നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായി നാം പ്രവർത്തിക്കണം. പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. അതിനായി സമയത്തെ അതിൻ്റെ വില മനസ്സിലാക്കി കൈകാര്യം ചെയ്യണം. നാം ഒരിക്കലും വെറുതെ ഇരിക്കരുത്. അതിനാൽ നാം സമയത്തിന് വില കൊടുത്ത് സമയബന്ധിതരായി പ്രവർത്തിക്കണം. സമയത്തിൻ്റെ ഉപയോഗം ശരിയായിരിക്കണം. അതിൽ ആദ്യത്തേത് സമർപ്പണമായിരിക്കണം. നമ്മെ ദൈവത്തിൽ സമർപ്പിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കും, നമ്മെ വഴി നടത്തും. എന്നാൽ നമ്മിൽ പലരും ചെയ്യുന്നത് ഒന്നും ചെയ്യാതെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന പ്രവണതയിൽ കഴിയുന്നവരാണ്. എന്നാൽ പൗലോസ് ശ്ലീഹ എന്താണ് പറയുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. നാം തിന്നുക, കുടിക്കുക, നാളെ ചാകുമല്ലോ എന്ന് പറയുന്ന ഒരു ഒന്നാമത്തെ ആ കാര്യം നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 32-ന്റെ 2-ാം ഭാഗം മുതലുള്ള ഭാഗം നമുക്ക് ഒന്ന് നോക്കാം. അതായത്, മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ നാം തിന്നുക, കുടിക്കുക, നാളെ ചാകുമല്ലോ. വഞ്ചിക്കപ്പെടരുത്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. നീതിക്ക് നിർമ്മതരായി ഉണരുവീൻ. പാപം ചെയ്യാതിരിപ്പീൻ. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുമെന്നും ഏതുവിധം ശരീരത്തോട് വരുന്നുവെന്നും ചോദിക്കുന്നു. കൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല എന്നത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തിപൂർവം നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ നമ്മെ സമർപ്പിച്ച് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ വേദഭാഗത്ത് നാം കാണുന്നത് മൂഢന്മാരുടെ പ്രവർത്തനമാണ്. ശരി എന്തെന്ന് നമ്മളോട് നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. നാം ചെയ്യേണ്ടത് ഇന്നലകളെക്കുറിച്ച് ദുഃഖിക്കാതെ ഇന്നത്തെ പ്രവൃത്തികൾ ശരിയായി ചെയ്ത് നല്ല നാളേക്കായി കാക്ഷിക്കുകയാണ് വേണ്ടത്. അതിനായി ആദ്യം പ്രാർത്ഥിക്കുക, നമ്മെ തന്നെ അവൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുക, പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നതനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ ഇവിടെ തന്നെ നാം സ്വർഗസുഖം അനുഭവിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ചതിക്കുഴിയിൽ വീഴാതെ ഇരിക്കുക. പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ പൊതുവിനെഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ.
നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുന്നുവെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. നാം അത് കൃത്യമായി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതായ ഒരു കാര്യമുണ്ട്. നമ്മൾ ബുദ്ധിയുള്ളവരായിരിപ്പീൻ. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകപ്പെട്ട നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവ് പിന്നെ നമ്മുടെ കാര്യസ്ഥനായി വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മോട് എന്ത് പറയുന്നുവോ അത് മാത്രം ചെയ്യുന്നവരായിരുന്നാൽ നമ്മളെ ഒരു സാത്താനും ആരും നമ്മളെ കീഴടക്കി നമ്മളെ നശിപ്പിക്കാൻ അവർക്ക് സാധിക്കുകയില്ല എന്ന് ഈ വേദഭാഗം നമ്മോട് പറയുന്നു. അതായത് ഉന്മതനായിരിപ്പീൻ എന്നാണ് പറയുന്നത്. അതിന് നാം ചെയ്യേണ്ടത് ബുദ്ധിയുള്ളവരായിരുന്നാൽ മാത്രം മതിയാവും. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നല്ല നാളുകളെ ഓർക്കുക, നല്ലതിനായി ചിന്തിക്കുക. അതായത് നമ്മുടെ ചിന്താശക്തി, നമ്മൾ ചിന്തിക്കുന്നത് പോസിറ്റീവ് ആയിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. അതിനായി ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 11-ാം അധ്യായം 9-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, വന്ന ദൂതന്മാരോട് അവർ, നിങ്ങൾ ഗിലെയാദിലെ യാബേശ്യരോട് നാളെ വെയിൽ മൂക്കുമ്പോഴേക്കും നിങ്ങൾക്ക് രക്ഷയുണ്ടാകുമെന്ന് പറയുവീൻ എന്ന് പറഞ്ഞു. ദൂതന്മാർ ചെന്ന് യാബേശ്യരോട് അറിയിച്ചപ്പോൾ അവർ സന്തോഷിച്ചു എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ നാം കാണുന്നത് അമോന്യനായ നാഹാബ് പുറപ്പെട്ടു വന്ന് ഗിലെയാദിലെ യാബേശിന് മുമ്പ് എതിരായി പാളയമിറങ്ങി. അപ്പോൾ ശൗൽ അവരെ, അതായത് യാബേശിനെ രക്ഷിക്കുന്നതായാണ് നാം ഇവിടെ കാണുന്നത്. ആ വിശ്വാസം, അതായത് കൊടുക്കുവാൻ അവന്, അതായത് ശൗലിന് സാധിച്ചത് തന്നെ അവൻ അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവനായിരുന്നത് കൊണ്ടാണ്. അങ്ങനെ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നമുക്കും അങ്ങനെ തന്നെ ജീവിക്കുവാൻ സാധിക്കും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് യോശുവ ഇസ്രായേൽ ജനങ്ങളോട് പറയുന്ന ഒരു വേദഭാഗമുണ്ട്. യോശുവ 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ അത് പറയുന്നു. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. ഇവിടെ നാം കാണുന്നത് നിയമപെട്ടകവും ആയി യോർദാൻ നദി കടക്കാൻ ഒരുങ്ങുന്ന ഇസ്രായേൽ ജനങ്ങളെയാണ്. യോശുവ അവരോട് പറഞ്ഞത്, നമ്മൾ 10 മുതൽ 14 വരെയുള്ള ഈ അധ്യായത്തിലെ വേദഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് മനസ്സിലാകുന്നത്, യോശുവ പറഞ്ഞതെന്തെന്നാൽ, ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കനാന്യർ, ഹിത്യർ, ഹിവ്യർ, പെരിസ്യർ, ഗിർഗസ്യർ, അമോര്യർ, യെബൂസ്യർ എന്നിവരെ നീക്കിക്കളയും എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. ഇതാ സർവഭൂമിക്കും നാഥനായവന്റെ നിയമപ്പെട്ടകം നിങ്ങൾക്ക് മുമ്പായി യോർദാനിലേക്ക് കടക്കുന്നു. ആകയാൽ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആൾ വീതം ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നും 12 ആളെ കൂട്ടുവീൻ. സർവഭൂമിയുടെയും നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർദാനിൽ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം 2ആയി പിരിഞ്ഞു. മേൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും. അങ്ങനെ ജനം യോർദാൻ അക്കരെ കടപ്പാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്നും പുറപ്പെട്ടു. നിയമപ്പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ജനത്തിന് മുമ്പായി പെട്ടകം ചുമന്നുകൊണ്ട് യോർദാൻ അരികെ വന്നു. നാം ഇത് ഇതിൽ നിന്ന്, ഈ വേദഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാകുന്നത്, നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയാണ് എങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുമെന്നാണ്. ദൈവം നമ്മുടെ ഇടയിൽ ഉണ്ട്, അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മാത്രം മതിയാവും. ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ ദൗത്യം മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നാളെ എന്തിനു വേണ്ടിയാണ് എന്നത് പരിശുദ്ധാത്മാവ് നമ്മെ കാട്ടിത്തരും. അതായത് നാളെ എന്തിനെല്ലാം വേണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ ഗൈഡ് ചെയ്യുമ്പോൾ നാം ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത് നമ്മളുടെ ദൗത്യം മുഴുവനാക്കാനാണ് എന്നുള്ളത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മതി.
ഈ ലോക ജീവിതം സഫലമാക്കുക മാത്രമല്ല, സ്വർഗരാജ്യത്തിൽ നമുക്കൊരു അവകാശിയാകുവാനും നമുക്ക് അപ്പോൾ സാധിക്കും. മനുഷ്യർ സ്വയം മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മോട് നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മെ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ മനസ്സിലാകും നാളെ എന്തിനെല്ലാം വേണ്ടിയാണ് ഉള്ളത് എന്ന്. അതിനായി ഇന്ന് നാം ചെയ്യേണ്ടത് നല്ല പ്രവൃത്തികൾ ചെയ്യുക, സന്തോഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക, അതോടൊപ്പം എല്ലാറ്റിനെയും ശോധന ചെയ്ത് നല്ലതിനെ മുറുക്കെ പിടിക്കുക. അപ്പോൾ നാളെ എന്തിനെല്ലാം എന്ന് നമുക്ക് മനസ്സിലാകും. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.